അവരിവിടെ നിൽക്കുന്നതിന്റെ കാരണം ഗാതമോൾ അന്വേഷിക്കണ്ട. പെൺകുട്ടികളായാലേ ഇത്ര നിർബന്ധ ബുദ്ധി കാണിക്കരുത്. പെൺകുട്ടികൾക്ക് എന്താ കുഴപ്പം? പെണ്ണ് വിചാരിച്ച ഇവിടെ ഒന്നും നടക്കില്ലേ? എന്റെ മമ്മി എന്നെ വളർത്തിയത്. പൊരുത്തി ജയിച്ച എന്റെ മമ്മി സിത്താര ശ്രീനിവാസ്. ആ മമ്മിയുടെ വളർത്തദോഷമാണ് ഈ കാണിക്കുന്നൊക്കെ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിർമ്മലയും കീർത്തി ഉദയനും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. ഓ, മോളും മരുമോനും പേരക്കുട്ടിയൊക്കെ ആണല്ലോ. അപ്പൊ അവരാരെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, ആരെ കൊല്ലാൻ ശ്രമിച്ചാലും കാര്യമില്ല. മോളെ ഗാഥ, നീ ഒന്ന് ക്ഷമിക്കേ. ഇനി എന്തിനാ ഞാനിങ്ങനെ ക്ഷമിക്കുന്നേ? കൊറേ കാലായില്ലേ ഇവരെന്നെ ആക്ഷേപിക്കാനും നാണം കെടുത്താനും പരദൂഷണം പറയാനൊക്കെ തുടങ്ങിയിട്ട്. ഇനി എനിക്കതൊന്നും അനുവദിക്കാൻ പറ്റില്ല. നവീൻ, ഇവരെ ഇപ്പൊ പിടിച്ച് പുറത്താക്ക്. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവരിവിടുന്ന് പോകുന്നതില് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അവർക്ക് കൂടി ഇറങ്ങാം. ഒരു തടസ്സമില്ല. മോളെ, നീ ആരോടാ ഈ സംസാരിക്കുന്നതെന്നറിയോ? അമ്മയുടെ തീരുമാനങ്ങൾക്കെതിരായിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല. അത് തന്നെയാ കുഴപ്പം. ഇവരെ പോലുള്ളവർക്ക് ഒരു സ്ഥാനങ്ങ് കൽപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ആ സ്ഥാനത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറയാം. പിന്നെ എളുപ്പമായല്ലോ മറ്റുള്ളവരുടെ തലക്കേറിയിരുന്ന് നിരങ്ങാൻ. ഞാനേ കളരിക്കല്ല നവീന്റെ ഭാര്യ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാനത് നടപ്പിലാക്കാൻ പോവാ. എന്നെ ആരും തടയാൻ വരണ്ട. ദേ, ഇനി മുതൽ 2 പേർക്കും കളരിക്കൽ വീടിന്റെ ഗേറ്റിന്റെ പുറത്താ സ്ഥാനം. വാ ഇങ്ങോട്ട്. ഇറങ്ങനെ പറഞ്ഞേ. കാണുന്നില്ലേ നീ ഇത്? ഞാൻ നിന്റെ ഭാര്യയോട് സംസാരിക്കാൻ പോയിട്ടില്ല. നിക്കത് ഇങ്ങോട്ട് ഇറങ്ങടി. ഇവളായിട്ട് ഇങ്ങോട്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കിയതാ. വിടാൻ പറ. ഇറങ്ങാൻ. മുത്തശ്ശിയോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടും പ്രതികരിക്കുന്നില്ലല്ലോ നവീൻ. അത്രയ്ക്ക് നാണം കെട്ട ജീവിതമായ നവീൻ നിന്റെ. കീർത്തിയെ വിട്. കീർത്തിയെ വിടാനാ പറഞ്ഞേ. കീർത്തിക്ക് എന്താ പ്രത്യേകത? കീർത്തി ഇവിടുന്ന് പോകുന്നില്ലേ എന്താ ഇത്ര വിഷമം നവീന്? ഓ, ഇവള് വല്ലാണ്ടങ്ങ് സ്നേഹിച്ചിരുന്നതല്ലേ? കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു നടന്നതല്ലേ? ആ സ്നേഹമൊക്കെ ഇപ്പൊ എന്താ തിരിച്ചു തോന്നി തുടങ്ങിയോ? എനിക്ക് സർപ്പദോഷം ഉണ്ടെന്ന് പറഞ്ഞ് 2 പേരും കൂടെ വേറെന്തേലും തീരുമാനം എടുത്തോ? അത്രക്ക് ഇഷ്ടാണെങ്കിലേ ഇവളെയും കൂടെ അങ്ങ് കെട്ടിക്കോ. എന്നെ കൂടെ അത് പറയിപ്പിക്കാനല്ലേ നിങ്ങൾ 2 പേരും കൂടെ ശ്രമിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ കാണാതെ രഹസ്യമായിട്ടുള്ള ഇടപാടുകളൊന്നും ഇനി വേണ്ട. നവീനെ, പറയുന്ന വാക്കുകൾക്ക് ഒരു അന്തസ്സുണ്ടായിരിക്കണം. ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ച് പറയാന്ന് കരുതരുത്. നവീൻ എന്നെ തല്ലിയല്ലേ? അനാവശ്യമായിട്ട് സംസാരിച്ചാലേ ഇനിയും തല്ലും. നോക്കിക്കോ, ഇതിന് നവീൻ വേദനിക്കും. ഞാനാ പറയുന്നേ. മോളെ നിക്ക്, പോവല്ലേ. വിട്. ഒന്നുകിൽ ഈ നിർമ്മലയും കുടുംബം ഇവിടുന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. മോളെ നിക്ക്. മോനെ, പോകുന്നവരൊക്കെ പൊക്കോട്ടെ അമ്മ. പുറകെ ആരും പോകണ്ട. ഒരുപക്ഷെ ഇതായിരിക്കും പലതിന്റെ അവസാനം.